തീവണ്ടി എന്നാൽ വെറും ഒരു വണ്ടിയല്ല. ഒരുപാട് ചക്രങ്ങൾക്ക് മേൽ കുറേ ബോഗികളൊക്കെ കെട്ടിച്ചേർത്ത് ഇങ്ങനെ വലിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു വണ്ടിയല്ല തീവണ്ടി. അത് ഓർമ്മകളുടെ കൂടി ഒരു സമുച്ചയമാണ്. അതായത് അതിനകത്ത് സഞ്ചരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ ഓർമ്മകളിലാണ് ആ തീവണ്ടി ജീവിക്കുന്നത്. ഉദാഹരണത്തിന് കേരള എക്സ്പ്രസ് എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ രാജധാനി എക്സ്പ്രസ് എന്ന് കേട്ടാൽ, വന്ദേ ഭാരത് എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ ശതാബ്ദി എന്ന് കേട്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ വെവ്വേറെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ട്രെയിനും ഓരോ ഐഡൻറ്റിറ്റിയാണ്. ഇത് നമുക്ക് അതിനകത്തുണ്ടായ, അല്ലെങ്കിൽ നമ്മുടെ പരിചിതർക്ക് അതിനകത്തുണ്ടായ അനുഭവങ്ങൾ, നമ്മൾ പുറത്തു നിന്ന് അതിനെ കാണുന്ന കാഴ്ച, ഇതെല്ലാം ചേർന്നിട്ടാണ് തീവണ്ടി ഒരു അനുഭവമായി മാറി അതൊരു വണ്ടി അല്ലാതായിത്തീരുന്നത്. ഇന്ന് പറയുന്നത് ട്രെയിനിനുള്ളിൽ ഉണ്ടായ 2 അനുഭവങ്ങളെക്കുറിച്ചാണ്. സമാനമായ അനുഭവം 2 പേർ, 2 സ്ത്രീകൾ എങ്ങനെ അതിനെ നേരിട്ടു എന്നുള്ളതിനെക്കുറിച്ചാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഒരിക്കൽ 126-95 ചെന്നൈ ട്രിവാൻഡ്രം ട്രെയിനിൽ ഞാൻ വർക്ക് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ S1, S2, S3 ഇങ്ങനെ 3 കോച്ചുകളിലാണ് ഞാൻ മാൻ ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞു, അർദ്ധരാത്രി സമയം കഴിഞ്ഞ് 1 മണി കഴിയുമ്പോഴാണ് തൃശ്ശൂർ വരുന്നത്. തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളത്തിനും ഇടയ്ക്ക്, ആലുവ സ്റ്റോപ്പില്ല, എറണാകുളത്തിന് ഇടയ്ക്ക് ആയപ്പോഴത്തേക്ക് ഒരു പാസഞ്ചർ വന്ന് പറഞ്ഞു, സാർ S1 കോച്ചിൽ എന്തോ ബഹളം നടക്കുന്നുണ്ട്, ഒരു സ്ത്രീ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു ആൾക്കൂട്ടം, ഒരു സ്ത്രീ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നു. ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, ഒരു പെൺകുട്ടി, ഒരു 20 വയസ്സോളം, 22 വയസ്സുള്ള ഒരു പെൺകുട്ടി. പിന്നീട് മനസ്സിലാക്കിയത് അവളൊരു MBA വിദ്യാർത്ഥിനിയാണ്. അവരൊരു ടൂർ വരുന്നതാണ്, അവർ കൂട്ടുകാരൊക്കെ ഉണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അടങ്ങുന്നു. അപ്പോൾ രാത്രി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, രാത്രി ഈ കുട്ടി അപ്പർ ബർത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് ടോയ്ലറ്റിലേക്ക് പോയി, തിരിച്ച് ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴിക്ക് സൈഡ് ബർത്തിൽ കിടന്ന ഒരാൾ ഈ കുട്ടിയെ തട്ടി, ഒന്ന് സ്പർശിച്ചു. അപ്പോൾ ഈ കുട്ടി വിചാരിച്ചത് ഉറങ്ങുന്ന ആളല്ലേ, അത് അറിയാതെ തട്ടിയതായിരിക്കും എന്ന് വിചാരിച്ചു. അതങ്ങ് പോയി ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ എത്തിയതും ഈ കൈ ഉയർന്ന് കൃത്യമായി മനഃപൂർവ്വം ഒന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ അതിനെ കയറി പിടിച്ചു. അപ്പോൾ രാത്രി 1:30 മണിയാണ് സമയം. കോച്ചിൽ എല്ലാവരും ഉറങ്ങുന്നു, ഈ കുട്ടികൾ കൂടെ ഒപ്പമുള്ള എല്ലാവരും ഉറക്കത്തിലാണ്. പെട്ടെന്ന് ഈ കുട്ടി ലൈറ്റിട്ട് നോക്കി, അതൊരു ചെറുപ്പക്കാരനാണ്. ഇവളവിടെ ബഹളം ഉണ്ടാക്കുക മാത്രമല്ല, എല്ലാവരും വിളിച്ചുണർത്തി. നിസ്സാര ബഹളമൊന്നുമല്ല ഉണ്ടാക്കിയത്, തമിഴ്നാട്ടുകാരിയാണ്, തമിഴ് കുട്ടിയാണ്. നിസ്സാര ബഹളമൊന്നുമല്ല ഉണ്ടാക്കിയത്, അതിഭീകരമായ ബഹളം ഉണ്ടാക്കി. ആ കോച്ചിലുള്ള സകലരും വിളിച്ചുണർത്തി അവിടെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ഞാനെത്തി. തൊട്ടടുത്ത കോച്ചിൽ 2 RP റെയിൽവേ പോലീസുകാരുണ്ടായിരുന്നു, അവരും എത്തി. അപ്പോഴത്തേക്ക് ഇവന് ഫസ്റ്റ് അടി ഈ പെൺകുട്ടി തന്നെ കൊടുത്തു. അവൻ്റെ കവാലം പൊളക്ക ആദ്യം അടി അടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുകൊണ്ട് അവനെ സൈഡിൽ കൊണ്ടുപോയി പോലീസുകാർ അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി വന്നു. അപ്പോൾ ഈ കുട്ടിയെ രണ്ടൊന്ന് പരാതിയൊക്കെ എഴുതി വാങ്ങിക്കാനായിട്ട് ഞാൻ പേപ്പർ കടലാസൊക്കെ കൊടുത്ത് അത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള കുറച്ച് പയ്യന്മാരുണ്ട്, അവന്മാർ വലിയ ബഹളമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ പെൺകുട്ടികൾ ഭയങ്കര സജീവമായിട്ട് നിന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവനെ കുറച്ച് എന്തൊക്കെ പോലീസുകാരൊക്കെ മനസ്സിലാക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവൾക്ക് ദേഷ്യം തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൻ എറണാകുളത്ത് ഹാൻഡ് ഓവർ ചെയ്ത് കേസെടുക്കണം, ഇതൊക്കെയാണ് പ്ലാൻ. അതിനനുസരിച്ച് നമ്മൾ കൺട്രോളിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഇവൾ വിടുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവനെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഓടി വന്നിട്ട് കാല് മടക്കി അവൻ്റെ മർമ്മസ്ഥാനം നോക്കി ഒരൊറ്റ ചവിട്ടേ വേണ്ടി. അപ്പം ഞങ്ങൾ പറഞ്ഞ് കാല് പിടിച്ച് മാറ്റി വെച്ചു. അപ്പോൾ എന്നിട്ട് അപ്പം ഇവൻ അത്യാവശ്യം ആൾക്കാരെന്തൊക്കെ ഇവനെ കൈകാര്യം ചെയ്തു. അപ്പോഴത്തേക്കും ആകെ അവശനായി, മലയാളിയാണ്, ആകെ അവശനായി ഗതികെട്ട് തറയിൽ കിടന്ന് കാല് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി എല്ലാവരും പറഞ്ഞു, ഇവനെ ഇത്രയും കൈകാര്യം ചെയ്തല്ലേ, ഇവനെ ഒരിക്കലും ആവർത്തിക്കില്ല, ഇവനെ പറഞ്ഞു വിട്ടാലോ. അപ്പോഴത്തേക്ക് അവൻ്റെ സ്വാഭാവികമായിട്ടും ഞരമ്പ് രോഗികളുടെ പ്രശ്നമുണ്ടല്ലോ, അവർ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് വളരെ സറണ്ടറായി വീട്ടുകാരെക്കുറിച്ച് ആലോചിക്കും, മക്കളെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെയൊക്കെ ആലോചിച്ചും കാല് പിടിച്ചപ്പോൾ ആൾ പറഞ്ഞു അവനെ വിട്ടാലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ഉറപ്പിക്കാൻ, അവൻ ഈ ആയുസ്സിൽ ഒരു പെൺകുട്ടിയെയും ഉപദ്രവിക്കാനോ പെൺകുട്ടികളുള്ള ഭാഗത്ത് നോക്കാൻ പോലും പോകില്ല എന്ന് മനസ്സിലായി. അത്രയ്ക്ക് അവൻ
ഇവൻ്റെ കട്ടയമ്പടം മടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവനെ വിട്ടാലോ എന്നൊക്കെ എല്ലാവരും ആലോചിച്ച് തുടങ്ങി. കാരണം ഈ പെൺകുട്ടികൾ എന്നെ കൈകാര്യം ചെയ്തൊരു പരുവമായിട്ടുണ്ട്. അപ്പോഴാണ് അവൾ പറയുന്ന ഒരു ആവശ്യം. അതാണ് എനിക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട്. ഇത്തരം സംഭവങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ ഓർമ്മിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൾ പറയുന്നു, പോലീസുകാർ അവനെ പിടിച്ച് സൈഡിലൊക്കെ മാറ്റി നിർത്തി ആരൊക്കെ എന്തൊക്കെ കൈകാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവനെ അതെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലുമൊക്കെ ചെറിയ നീതിയെങ്കിലും നടപ്പിലാക്കിയില്ലെങ്കിൽ ഇത് ലോകം എങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പെൺകുട്ടി ശരി വിടണേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം എത്തുന്നതിന് മുമ്പ് തീരുമാനിക്കണം. അപ്പോഴത്തേക്ക് ഇവൾ പറയുകയാണ്, സാർ അവൻ്റെ അതേ പൊടുങ്ങുങ്ക എന്ന്. സാർ അവൻ്റെ അതേ പൊടുങ്ങുങ്ക, ഇതാണ് അവളുടെ ആവശ്യം. എന്ന് പറഞ്ഞാൽ ഈ സാധനമായിട്ട് ഇനി അവൻ ഒരു പരിപാടിക്ക് ഇറങ്ങരുത്, അത് പൊടുങ്ങി എടുത്ത് കളയണം. ഇതാണ് ഇങ്ങനൊരു ആവശ്യം കൂടെ അവർ. അങ്ങനെ അവസാനം പിന്നെ അവനെ എറണാകുളത്ത് പോലീസിനൊക്കെ ഹാൻഡ് ഓവർ ചെയ്തു. അവർ കംപ്ലയിൻ്റൊക്കെ എഴുതി കൊടുത്തു. പിന്നെ അടുത്ത കേസൊന്നും ആയിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം കേസ് കൊടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി അവന് അന്ന് തന്നെ കിട്ടി. അവൻ അന്ന് തന്നെ എല്ലാ ഒരു ജയിൽവാസത്തിൻ്റെയും സകല പീഡനത്തിൻ്റെയും അനുഭവങ്ങളോട് കൂടി മടങ്ങിപ്പോയി. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് ആ പെൺകുട്ടി ഡയലോഗാണ്, സാർ അവൻ്റെ അതേ പൊടുങ്ങുങ്കേ, അവൻ ഇനി ഇതും കൊണ്ട് ഒരിടത്തും പോയി ഒന്നും കാണിക്കാൻ പാടില്ല. ഇതാണൊരു അനുഭവം. ഇതിൻ്റെ നേരെ എക്സ്ട്രീം ഓപ്പോസിറ്റിൽ വേറൊരു അനുഭവം ഉണ്ടായി. നമ്മുടെ ഇന്ത്യൻ ജനതയുടെ ഒരു പരിച്ഛേദമാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഞരമ്പ് രോഗികൾ, ക്രിമിനലുകൾ, സൈക്കോകൾ, സെമി സൈക്കോകൾ, അതുപോലെ വർഗീയവാദികൾ, വിഘടനവാദികൾ തുടങ്ങി കഞ്ചാവ് MDMA ഉപയോഗിക്കുന്നവർ, മാന്യന്മാർ, കപടമാന്യന്മാർ തുടങ്ങി നമ്മുടെ സമൂഹത്തിൽ കാണുന്ന സകല ജീവികളും ഇതിനകത്തും കാണും. അതുകൊണ്ട് തന്നെ ക്ഷുദ്രജീവികൾ ഒക്കെ കാണും. അതുകൊണ്ട് തന്നെ ഇവർ ഏത് രീതിയിൽ എപ്പോൾ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മദ്യപാനികൾ, മദ്യപിക്കാത്ത മാന്യന്മാർ, ആരെങ്കിലും പീഡിപ്പിച്ചാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, 24 മണിക്കൂർ മൊബൈലിൽ മാത്രം നോക്കി തൊട്ടടുത്തിരിക്കുന്ന ആൾ മരിച്ചാൽ പോലും അറിയാത്തവർ, ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ സകല പരിച്ഛേദവും സഞ്ചരിക്കുന്നതാണ് ട്രെയിൻ. ഞാനൊരു ദിവസം ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ട്രിവാൻഡ്രം ഗുരുവായൂരിലേക്ക് പോകുന്നു. ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ അതിൽ AC-യിലും ഒരു സെക്കൻഡ് ക്ലാസ് 3 റിസർവേഷൻ കോച്ചുണ്ട്, D1, D2, D3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് AC-യും D1 ഇതിലേതെങ്കിലും 2 കോച്ച് മാത്രമേ TT നോക്കാറുള്ളൂ. അങ്ങനെ ബാക്കിയെല്ലാം അൺമാൻഡ് കോച്ചും ബാക്കിയെല്ലാം ജനറൽ കോച്ചുമാണ്. അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ നല്ല തിരക്കിൽ പോകുന്നു. നമ്മൾ പണിയൊക്കെ തീർത്ത് ഇങ്ങനെ ചെയർക്കാറിലിരിക്കുന്നു. കുറേ കഴിയുമ്പം കായംകുളം എത്താറായപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി നടന്ന് വേർത്ത് എൻ്റെ അടുത്ത് വന്നു. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ എന്നെ ഒരു ആൾ അടുത്തിരുന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഈ കുട്ടി AC-യിലുള്ളതല്ലെന്ന് എനിക്കറിയാം. കാരണം AC-യിലുള്ള 72 പേരുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ കണ്ടതാണല്ലോ. തൊട്ടടുത്ത കോച്ചിലുള്ളതാണെന്ന് വിചാരിച്ചു. അവിടെ അല്ല. ഇത് ഏകദേശം 8 കോച്ച് ഫ്രണ്ടിൽ, അതായത് ഇത്രയും ആൾക്കാർ നിന്ന് യാത്ര ചെയ്യുന്നതാണ്. ഇതിനിടയ്ക്ക് ലേഡീസ് കോച്ചുണ്ട്. അതിനകത്തൊക്കെ നല്ല ടൈറ്റായിട്ട് ആൾക്കാർ നിന്നാണ് യാത്ര ചെയ്യുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. അപ്പോൾ ഇതിനകത്തൂടെയൊക്കെ ഞെരുങ്ങി ഇവിടം വരെ വന്നു 8 കോച്ച് താണ്ടിയിട്ട്. അതെന്നോട് പറഞ്ഞു, സാർ ഇതാണ് കാര്യം, എനിക്കവിടെ ഇരിക്കാൻ നിവർത്തിയില്ല. ഞാൻ ചോദിച്ചു, എവിടെയാണ് ഇരിക്കുന്നത്? അത് കുറേ ഫ്രണ്ടിലാണ് എന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് ആക്ച്വലി പോലീസുകാരുണ്ട്. അവർ D3-ലോ മറ്റോ ഉണ്ട്. അവരെയും കണ്ടില്ല. ഞാൻ പിന്നെ ഫോണിലൊക്കെ വിളിച്ച് അവരെ പിന്നീട് വരുത്തി. അങ്ങനെ ഞാൻ ചോദിച്ചു, ഇത്രയും ദൂരം നടന്നു വരാൻ എന്താ കാര്യം? അവിടെ എത്രയോ ആൾക്കാർ അതിനകത്തുണ്ടാവും. അതിനകത്തുള്ള സകല ആൾക്കാരും കുറ്റവാളികളും ഞരമ്പ് രോഗികളൊന്നും അല്ലല്ലോ, ഇയാൾക്കൊന്ന് പ്രതികരിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. വളരെ ഒരു ഒതുങ്ങിയ പ്രകൃതമുള്ള ഒരു ഇൻട്രോവേർട്ടായ ഒരു പെൺകുട്ടി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇത്രയും തള്ളി ഞെരുക്കി നടന്നു. എൻ്റെ പുറകെ കുട്ടി നടന്നു വന്നു. അവസാനം ഈ കൊച്ചിരിക്കുന്ന സീറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് സാർ ഇയാളാണ് എന്ന് എന്നോട് വളരെ സൗമ്യമായിട്ട് ശാന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു. പുറത്തൊരാൾ കേൾക്കാത്ത രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. അടുത്ത് പോയിരുന്നു. അപ്പോൾ ഇവൻ എന്തോ പന്തികേട് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആൾക്കാരുടെ ചോദിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് ചെറുപ്പക്കാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട്, നിറയെ സ്ത്രീകളുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഈ കുട്ടി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അയാൾ ഉപദ്രവിച്ചിട്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നു, സാർ ഇവിടെ ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഈ കുട്ടി ഒന്നും പ്രതികരിച്ചില്ല, ആരോടൊന്നും പറഞ്ഞില്ല, ഒരു അസ്വസ്ഥത പോലും കാണിച്ചില്ല. അപ്പോൾ ഈ ഇരിക്കുന്നവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞെരുക്കിൽ കൂടെ മുമ്പ് പോകാൻ ശ്രമിച്ചു. ഞാൻ അവിടെ പിടിച്ചു നിർത്തി. അപ്പം ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് അവരോട് പറയാൻ പറഞ്ഞു.
അപ്പോൾ ഇത് പറഞ്ഞു. ഞാനിവിടെ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വർക്കലേക്ക് എത്തിയപ്പോൾ തന്നെ ഇയാൾ ആദ്യം തൊട്ട് കൈകൊണ്ട് തോണ്ടാനും ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. ഇങ്ങനെ എനിക്ക് ഭയം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പറയാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കോച്ചിൽ ഇത്രയും ചെറുപ്പക്കാരും പുരുഷന്മാരും ഇത്രയും സ്ത്രീകളും വിദ്യാർത്ഥികളും ഒക്കെ ഉള്ള ഒരു കോച്ചിൽ നിങ്ങളുടെ ഒരു സ്ത്രീ, ഒരു യുവതി ഒറ്റയ്ക്ക് ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ അവഹേളിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് ഈ റെയിൽവേക്കോ അല്ലെങ്കിൽ എനിക്കോ അതല്ലെങ്കിൽ വേറെ ആർക്കോ അല്ല, അത് ഈ ഇരിക്കുന്ന നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവരങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ ഇവനെ കുറച്ച് നേരം അവർ സൈഡിൽ കൊണ്ട് നിർത്തി അവിടെ ഇട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെറുപ്പക്കാർ. അപ്പോൾ അങ്ങനെ നിറയെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഞാൻ പെൺകുട്ടി ചോദിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, സാർ എനിക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാമല്ല, ഇവരെല്ലാവരും മനസ്സിലാക്കിച്ചല്ലോ എന്ന് പറഞ്ഞു. അവസാനം ഇവൻ്റെ ബാഗൊക്കെ എടുത്ത് നോക്കി. ഇവൻ ആലപ്പുഴ സ്റ്റേഷനിൽ ഹാൻഡ് ഓവർ ചെയ്തു. കാര്യം ഇവൻ അവിടെ ഇരുന്ന് ഈ കുട്ടി വേർത്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ ആ തമിഴ് പെൺകുട്ടിയെ ആലോചിച്ചു. ആ തമിഴ് പെൺകുട്ടി ആ രാത്രി തികച്ചും അപരിചിതമായ നാട്ടിൽ അപരിചിതമായ സ്ഥലത്തിരുന്നിട്ട് ആളെല്ലാം വിളിച്ചു കൂട്ടി അവൻ്റെ അതും പൊടുങ്ങിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞ സംഗതി. ഇത് ആരെങ്കിലും ഈ കേൾക്കുന്നതിൽ ആരെങ്കിലും വല്ല ഞരമ്പ് രോഗികളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധ വേണം. ഈ തമിഴ്നാട്ടിലെ പിള്ളേരൊന്നും ചെന്നിട്ട് ഇതൊന്നും ശ്രമിക്കരുത്, അവരത് പൊടുങ്ങിക്കൊണ്ട് പോകും. അതുകൊണ്ട് ഈ രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് സംഭവങ്ങൾ, രണ്ട് നാച്ചറുകൾ ഉള്ളതുണ്ട്. പക്ഷേ അതിനുള്ള യാത്രക്കാർ വളരെ പോസിറ്റീവായിട്ടാണ്. ഒരുപക്ഷെ നമ്മൾ അവരോട് ഒന്ന് സംസാരിച്ചാൽ ആളുകൾ പ്രതികരിക്കും. നമ്മൾ മിണ്ടാതിരുന്നാൽ ആ പ്രതികരണം വന്നു വരില്ല. ഇനി അല്ലെങ്കിൽ തന്നെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങൾക്ക് പ്രതികരിക്കാൻ മാനസികാവസ്ഥയുള്ള ആളല്ല എങ്കിൽ, നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഇത്തരം പ്രതികരണങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളല്ല എങ്കിൽ നിങ്ങൾക്ക് 139 നമ്പറിലേക്ക് വിളിക്കാം, 139. അതല്ലെങ്കിൽ റെയിൽ മതത്തിലേക്ക് അവിടെ ഇരുന്ന് തന്നെ ഒരു ട്വീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് മെയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോലീസിൻ്റെയോ റെയിൽവേ അതോറിറ്റിയുടെ സേവനം ലഭിക്കും. അങ്ങനെ ചെയ്യണം, പ്രതികരിക്കണം. കാരണം നമ്മളീ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരും മാന്യന്മാരല്ല. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അലുക്കുലുത്തുകളും അഴുക്കുകളും ഒക്കെ നമ്മളെ അടുത്ത് പല രൂപത്തിൽ വന്നെത്താറുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ പ്രതികരിക്കേണ്ടത് കൂടിയുണ്ട്. ഇത്തരം അനുഭവങ്ങൾ ധാരാളമുണ്ട്, പിന്നീടും തുടരാം. നിങ്ങൾക്ക് ഈ ചാനൽ ജസ്റ്റ് ഡീകോഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലാണ്. വീണ്ടും കാണാം. നമസ്കാരം.